ഈ പ്രസ് റിപ്പോർട്ടർ തന്നെ എന്നോട് പറഞ്ഞു, നിങ്ങളാണ് ഹീറോയിൻ, നിങ്ങൾ വണ്ണം കുറയ്ക്കണം. ഞാൻ പറഞ്ഞു, അത് തീരുമാനിക്കാൻ താനാരാ, അതെൻ്റെ ചോയ്സാണ്. ഞാൻ വേണമെങ്കിൽ നാളെ 80 കിലോ ആവും, ഞാൻ 40 കിലോ ആവും, അതെൻ്റെ ചോയ്സാണ്. നോബഡി ഹാസ് എ റൈറ്റ് ടു കോമെൻറ്റ്. പറഞ്ഞ പോലെ തന്നെ നമ്മൾ നമ്മുടെ ജോലിക്കുള്ള റിക്വയർമെൻറ്റ്സിന് വേണ്ടി നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. ദാറ്റ്സ് വൺ തിങ്. പക്ഷേ സിനിമയിൽ ഇല്ലാത്തതും ഉണ്ടെങ്കിലും ഉള്ള ഒരാൾക്ക് വി ഹാവ് ആർ ചോയ്സ്. ഇറ്റ്സ് എ പേഴ്സണൽ ചോയ്സ്. നമ്മുടെ ബോഡിയെ നമ്മൾ എങ്ങനെ നോക്കുന്നു, നമ്മൾ അത് വളരെ ഒരു കോംപ്ലെക്സ് ആൻഡ് ലെയേർഡ് തിങ് ആണ്. ഇതുപോലെ ബോഡി ഷേമിങ് ഓൺ എ ഡെയിലി ബേസിസ് എല്ലാ ഇൻഡസ്ട്രിയിലും പുരുഷന്മാരും സ്ത്രീകളും ഫേസ് ചെയ്യുന്നുണ്ട്. ഇതൊരു കേരളത്തിലായിക്കോട്ടെ, തമിഴ്നാട്ടിൽ മാത്രമെന്ന് ഞാൻ പറയത്തില്ല, കേരളത്തിലാണെങ്കിലും വണ്ണം വെച്ചല്ലോ, ഇത് പണ്ട് തൊട്ടേ ഒരു കണ്ടീഷനിങ് ആണ്. പക്ഷേ ഇത് മാറണം. ഇത് നമ്മുടെ ഫിസിക്കൽ അപ്പിയറൻസ് എന്ന് പറയുന്നതല്ല ഒന്നും. വർക്ക് ഓൺ യുവർ പേഴ്സണാലിറ്റി. നമ്മൾ ആരാണ്, ഹൗ ഡസ് ദ ഫിസിക്കൽ, അത് ഇൻഡസ്ട്രിയിൽ ഇങ്ങനെയാണ് നമ്മുടെ ഒരു വെയിൻ അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ അപ്പിയറൻസ് അത്രയും മാറ്റർ ചെയ്യുന്നൊരു ഇൻഡസ്ട്രിയാണ്. പക്ഷേ ദർ ഇസ് സോ മച്ച് മോർ ടു ദിസ്. ഇത് നമ്മൾ നോർമലൈസ് ചെയ്തോ നമ്മൾ ടോളറേറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യവുമില്ല. കാണുന്ന പ്രേക്ഷകരോടാണെങ്കിലും ഇങ്ങനത്തെ ബോഡി ഷേമിങ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് പ്രതികരിക്കണം. അതാരെയും ഡിസ്റെസ്പെക്റ്റ് ചെയ്തിട്ടോ അഗ്രസീവായിട്ടോ അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇന്നലെ ഞാൻ ചൂസ് ചെയ്തതും ഇങ്ങനെ നമ്മൾ ലിസൺ ചെയ്ത് ഞാനൊരു കാര്യം അയാളോട് തന്നെ, താൻ എന്താ ചോദിച്ചേ, അപ്പോൾ അയാൾക്ക് റിപ്പീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. സോ മേ ബി നിങ്ങൾക്ക് പറ്റുന്ന പോലെ നിങ്ങളത് പ്രതികരിക്കണം. അത് കേൾക്കേണ്ട ഒരു ആവശ്യവുമില്ല. ദർ ഇസ് നത്തിങ് റോങ് വിത്ത് യു. എവറി ബോഡി ഹാസ് ടു ബി റെസ്പെക്റ്റഡ്. അവർ ബോഡി ഈസ് എ ടെമ്പിൾ. നമ്മുടെ ഹെൽത്താണെല്ലാം. അപ്പോൾ ഈ പുറത്തുള്ളതൊക്കെ നാളെ പോവും ചിലപ്പോൾ. പക്ഷേ വർക്ക് ഓൺ ഹൂ യു ആർ. ബി കൈൻഡ്, ബി സെൻസിറ്റീവ്, ഡോണ്ട് ഹേർട്ട് ആൻഡ് ഡോണ്ട് കോസ് ഹാം ടു എനിബഡി.